അംഗൻവാടി ആൻഡ് ക്രഷ് വർക്കേഴ്സ് INTUC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട്ട് നേതൃതല യോഗം ചേർന്നു. വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തി കേന്ദ്ര സർക്കാരിനെതിരായി ശക്തമായ സമരപരിപാടികൾ നടത്താൻ യോഗം തീരുമാനിച്ചു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. കാഞ്ഞങ്ങാട്ടെ ശ്രമിക് ഭവനിലാണ് അംഗൻവാടി ആൻഡ് ക്രഷ് വർക്കേഴ്സ് INTUC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃയോഗം സംഘടിപ്പിച്ചത്. 1000 രൂപ വേതന വർധനവ് നൽകിയ UDF സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച യോഗം അംഗൻവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെന്നും പെൻഷൻ തുക 5000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും പെൻഷൻ ആനുകൂല്യങ്ങൾ 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കണമെന്നും പോഷൻ ട്രാക്കറിലെ ജോലിഭാരം കുറയ്ക്കണമെന്നും പോളിയോ ഇൻസെൻറ്റീവ് അംഗൻവാടി ജീവനക്കാർക്കും അനുവദിക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ മുൻനിർത്തി കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഞാൻ പറയുന്ന അംഗനവാടി വർക്കർമാർ ഹെൽപ്പർമാരെ പൊതുവായ അവർക്ക് ഉണ്ടാവേണ്ട അവർക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓണററി അല്ല. ഞങ്ങൾ INTUC സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളെ സർക്കാർ ജീവനക്കാരെ അംഗീകരിക്കണമെന്നാണ്. സർക്കാർ ജീവനക്കാരായി അംഗീകരിച്ച് ഒരു ഗവൺമെന്റിലെ ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് കിട്ടുന്ന ആനുകൂല്യം നിങ്ങൾക്ക് വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ നിവേദനം നടത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കും അതിനു മുമ്പത്തെ പ്രധാനമന്ത്രിമാർക്കും ഒക്കെ നമ്മുടെ നിവേദനം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സമരത്തിലാണ്. ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് M ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. കാറടക്ക ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K ശാന്തനി ദേവി, INTUC കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് PV ചന്ദ്രശേഖരൻ, കോൺഗ്രസ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ, INTUC ജില്ലാ സെക്രട്ടറി PV ബാലകൃഷ്ണൻ, കുറ്റിക്കോൽ പഞ്ചായത്ത് അംഗം ശോഭന ബാലചന്ദ്രൻ, C ശൈലജ എന്നിവർ സംസാരിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി KM സിജ സ്വാഗതവും K ലതി നന്ദിയും പറഞ്ഞു. ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികളായി M ലക്ഷ്മിക്കുട്ടിയെ പ്രസിഡന്റായും K ശാന്തനി ദേവിയെ വൈസ് പ്രസിഡന്റായും KA CJയെ ജനറൽ സെക്രട്ടറിയായും സ്വപ്ന സെബാസ്റ്റ്യനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.